ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും ദൈവത്തിൽ നിന്ന് ഒഴുകപ്പെടുന്ന കരുണയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾക്ക് ദൈവവചന ശ്രവണത്തിനായി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ ത്രിത്യേക ദൈവത്തിന് ആരാധന അർപ്പിക്കുമ്പോൾ മറിയത്തെ കൂടുതൽ വണങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. കാരണം മറിയം പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ്, പുത്രനായ ദൈവത്തിൻ്റെ മാതാവാണ്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. നമ്മൾ വചനമാകുന്ന മിശിഹായെ ആരാധിക്കുമ്പോഴും പിതാവായ ദൈവത്തെ ആരാധിക്കുമ്പോഴും പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിക്കുമ്പോഴും നമ്മൾക്ക് പരിശുദ്ധ കന്യാമറിയത്തെ മറക്കാൻ സാധിക്കുകയില്ല. അവരെ ആരാധിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തോടുള്ള വണക്കം കൂടുകയാണ് ചെയ്യുന്നത്. തിരുവചനത്തിൻ്റെ മുഴുവൻ സംഗ്രഹമായ കൊന്ത നമസ്കാരത്തിലൂടെ മറിയത്തിന് അർപ്പിക്കുന്ന വണക്കം വളരെ ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾക്കറിയാം. അതുപോലെ തന്നെ മറിയത്തെ വണങ്ങിക്കൊണ്ടുള്ള പ്രാർത്ഥനകളും സഭയിൽ നിലനിൽക്കുന്നുണ്ട്. സഭയിൽ ആരാധനാക്രമപരമായ തിരുനാളുകളും മറിയത്തെ വണങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അതിനാൽ അമ്മ നമ്മുടെ അമ്മ തന്നെയാണ്. അതുകൊണ്ട് അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അമ്മ നമ്മൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കും. ഇന്നേ ദിവസം ഓപ്പറേഷന് വിധേയമാകുന്ന ഒരു മകളെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ആ മകളെ ഓർക്കുന്നു. ഇതുപോലെ വിവിധതരം ഓപ്പറേഷനിലായിട്ട് ഹോസ്പിറ്റലിലായിരിക്കുന്ന അനേക വ്യക്തികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ വിവിധ രോഗത്തിന് പേരിൽ ഓപ്പറേഷൻ നടക്കുന്നവരുണ്ട്. ക്യാൻസർ രോഗത്തിൻ്റെത്, ട്യൂമറിൻ്റേത്, മറ്റു അസ്വസ്ഥതയൊക്കെ പേരിൽ വിവിധ ഓപ്പറേഷൻ നടക്കുന്നു. ആ ഓപ്പറേഷനെല്ലാം വിജയകരമായി തീരുവാനും രോഗി പൂർണ്ണമായി സൗഖ്യപ്പെടുവാനും നമുക്ക് പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനെ ഈശ്വര സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം എന്ന് ഉയർത്താം. കർത്താവേ, ഇപ്പോൾ ഓപ്പറേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഇന്നേ ദിവസം മുഴുവൻ ഓപ്പറേഷന് വിധേയമാകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ വിജയകരമായി തീരണമേ. കർത്താവേ, ട്യൂമർ, ചില മുഴകൾ ഇവയെല്ലാം പൂർണ്ണമായും ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യപ്പെടുവാനും പൂർണ്ണമായ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ തക്കവിധം ഓരോ മക്കളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ തിരുവിലാവുന്നിടുന്ന തിരിച്ചോരയാൽ മക്കളെ എല്ലാവരും കഴിയുകയും അവരെ മനസ്സിന് ഭയത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, എല്ലാ രോഗികൾക്കും വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.